ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് മീനക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ഒരു സമയം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജന്മശനി, കണ്ടകശനി, അതുപോലെ തന്നെ ഏഴശനി, കണ്ടക വ്യാഴൻ എന്നിവ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നിരുന്നാലും അതിൽ കുറച്ച് സമാധാനം കിട്ടുവാനും തൃപ്തി വരുവാനും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ശരിയാവാനുമുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളെല്ലാം നടക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും യാത്രകളെല്ലാം നടക്കാനുണ്ടെങ്കിൽ അത് സുലഭമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന കുറേ ദിവസങ്ങൾ നമ്മൾക്ക് ഓരോ മാസത്തിലും ഉണ്ട് എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക്, അതായത് മീനക്കൂറുകാർക്ക് സുബലപരമായിട്ടുള്ള, സന്തോഷപരമായിട്ടുള്ള, അല്ലെങ്കിൽ കാര്യസാധ്യത സംബന്ധമായിട്ടുള്ള, ഭവന സംബന്ധമായിട്ടുള്ള, ഭൂമി സംബന്ധമായിട്ടുള്ള, വിവാഹ സംബന്ധമായിട്ടുള്ള, സന്താനങ്ങൾ സംബന്ധമായിട്ടുള്ള, ബന്ധു സംബന്ധമായിട്ടുള്ള, വാഹന സംബന്ധമായിട്ടുള്ള, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപകരിക്കുന്ന ഒരു മാസമായിട്ടാണ് 1-ാം തീയതി, ജൂലൈ 1-ാം തീയതി, ജൂലൈ 2-ാം തീയതി, ജൂലൈ 3-ാം തീയതി. ഈ 3 ദിവസങ്ങൾ മീനക്കൂറുകാർക്ക് വൻ പ്രതീക്ഷകളുള്ള മാസങ്ങളാണ്. ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അപരിചിതപരമായിട്ട് ആരെങ്കിലും കണ്ടുമുട്ടാനുള്ള സാധ്യതകളും അതുമൂലം ചെറിയൊരു വഴിത്തിരിവ് വരുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടന്നു വരുവാനുള്ള സാധ്യതയും, അപ്രതീക്ഷിതപരമായിട്ട് മനസ്സിന് സുഖം കിട്ടുന്ന വാർത്തകൾ വരുവാനുള്ള സാധ്യതകളും, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പ്രത്യേക സാഹചര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് തന്നെ മീനക്കൂറുകാർക്ക് കാണുന്നുണ്ട്. പൊതുവെ സമയദോഷമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ജൂലൈ 1, 2, 3 തീയതികൾ ഇവർക്ക് അനുകൂലപരമായിട്ട് വന്നു വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അത് കാരണം മീനക്കൂറുകാർക്ക് ഈ ദിവസങ്ങൾ സുലഭപരമായിട്ട്, ഇനിയിപ്പോൾ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യണം, ഏത് ദിവസം എടുക്കും, അല്ലെങ്കിൽ ഏത് ദിവസമാണ് ചെയ്യുക എന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതിയോ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദിഷ്ട കാര്യം നടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും പണമിടപാടുകൾ നടത്തുവാനുള്ള സമയമാണെങ്കിലും, അതുപോലെ തന്നെ വല്ല കടം വാങ്ങിക്കാനുള്ള പദ്ധതികളാണെങ്കിലും, ആഭരണം പണയം വയ്ക്കുവാനുള്ള സാധ്യതയാണെങ്കിലും അതെല്ലാം തിരിച്ചെടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് 1, 2, 3 തീയതികൾ തിരഞ്ഞെടുക്കുന്നു. ജൂലൈ 1, 2 തീയതികൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സമയദോഷമാണെങ്കിൽ, ജാതകത്തിൽ ശുഭഫലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭവന നിർമ്മാണം, ഭൂമി ലാഭം, മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സാധ്യതയുള്ള ഒരു സമയമാണ്. 1, 2, 3 രജിസ്ട്രേഷൻ എല്ലാം വെച്ചിരിക്കുകയാണെങ്കിൽ അതെല്ലാം 1, 2, 3 തീയതികൾ നടത്തുന്നതാണ്. അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നതാണെങ്കിൽ, വാഹനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇതെല്ലാം പറ്റിയ ഒരു സമയമാണ് 1, 2, 3 തീയതി. മുഹൂർത്തം കൂടി പരിഹരിക്കണം ഇതിൽ നിന്ന് മാത്രമേ ഉള്ളൂ ശുഭകാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്. അതേ സമയത്ത് യാത്ര വല്ലതും ചെയ്യണമെങ്കിൽ 1, 2, 3 തീയതികൾ വളരെ ഉചിതപരമായിട്ടുള്ള സമയമാണ്. അപ്പോൾ മീനക്കൂറുകാർക്ക് 1, 2, 3 തീയതികളിൽ വൻ പ്രതീക്ഷകൾ അർപ്പിച്ചിരിക്കുന്നവർക്കും എന്തെങ്കിലും പ്രതീക്ഷയോടെ ഇരിക്കുന്നവർക്കും ഈ തീയതികളിൽ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.